മഴ വന്നാൽ പിന്നെ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. കാരണം ചുറ്റും വെള്ളമാണ്. വെള്ളം എന്ന് വെച്ചാൽ ഓൾറെഡി വയലടുത്താണ്. പിന്നെ അതുമല്ല അപ്പുറത്തെ രണ്ട് വീട്ടുകാർ മണ്ണിട്ട് പൊക്കിക്കൊണ്ട് നമ്മളെ വീട് താന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ അതിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ മോളും ഒളച്ചനും കൂടെ വെള്ളം കാണാൻ റോഡിൻ്റെ മുകളിൽ പോയതാട്ടോ. രണ്ടാളും കൂടി വരുന്നോ നോക്കി ഞാൻ പോയതാട്ടോ. അപ്പോൾ ഓള് വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ ജാനീൻ്റെ അവസ്ഥ ഇതാണ്, ഓള് കയറൂല. വെള്ളവും കുട്ടി ഒരുമിച്ചുണ്ടായതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് അവസ്ഥ. കാരണം എവിടെ വെള്ളം കണ്ടാലും ഒക്കെ ഒന്ന് ഇറങ്ങണം. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് അതിൽ കൈയിട്ട് കളിക്കൽ കുറവാട്ടോ. കാലുകൊണ്ട് മാത്രമേ ഉള്ളൂ കളി. അതുകൊണ്ടൊരു സമാധാനം. കാരണം എവിടെ നിന്നൊക്കെയോ ഒഴുകി വരുന്ന വെള്ളമല്ലേ. പിന്നെ വെച്ചാൽ അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാട്ടോ വരുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് മഴയായതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാലും അസുഖം വരാൻ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ അവസ്ഥ. രാവിലെ തന്നെ എണീറ്റ പാടെ തന്നെ വെള്ളം കണ്ട് കുട്ടി പോയതാണ് കേട്ടോ. പിന്നെ വരാൻ കുറേ സമയമായി. അത് കാണാഞ്ഞപ്പോഴാണ് ഞാൻ തിരഞ്ഞിറങ്ങിയത് കേട്ടോ. ചായയും വേണ്ട, ചോറും വേണ്ട, ഒക്കെ ഒന്നും വേണ്ട, വെള്ളം മാത്രം മതി. എന്നെയും കൂടി വിളിക്കുക കേട്ടോ. അമ്മ വാ കാണിച്ചു തരാമെന്ന് ഓള് പറയുന്നത്. റോഡിൻ്റെ മുകളിൽ ബീച്ചുണ്ട് കേട്ടോ. കാരണം തിര വന്നിങ്ങനെ ഒഴുകുന്ന കണ്ടിട്ട് ഓളെ വിചാരം ബീച്ചാണെന്ന്. അങ്ങനെ പിന്നെ എന്ത് കണ്ടോ, വീടിൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ്ട്. നല്ല വഴുക്കലും നല്ല ചളിയാണ്. കാരണം ഇങ്ങനെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. രാത്രി ഇതാ പടി വരെ വെള്ളം ഉണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ പിന്നെ അതൊക്കെ പോയിട്ടോ. ആളൊന്ന് വീണെണീറ്റുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അത് കഴുകാൻ വേണ്ടി പോയി. ഞാൻ അകത്തുനിന്ന് കഴുകാൻ ഓള് സമ്മതിക്കില്ല. പുറത്ത് ആ വെള്ളത്തിൽ പോയി കഴുകാമെന്ന് ഓള് പറയുന്നത് കേട്ടോ. അങ്ങനെ ഓളൊന്ന് വിചാരിച്ചാൽ പിന്നെ അതിൽ നിന്ന് ഓള് മാറുന്ന പ്രശ്നമില്ല. അങ്ങനെ ഓളത് കഴുകാൻ വേണ്ടിയിട്ട് ഇതാ പോകുന്ന പോക്കാണ് കേട്ടോ. ഞാനാവുന്ന പറഞ്ഞ അതിൽ കഴുകണ്ടെന്ന് കുട്ടി കേൾക്കണ്ടേ. ഞാനത് ഓളത് ആടെ പോയിട്ട് തന്നെ കഴുകുള്ളൂ എന്നും പറഞ്ഞ് ആടെ പോയി കഴുകുക കേട്ടോ. വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ചെരുപ്പൊക്കെ ഊരിക്കുന്നത്. ചെരുപ്പൊന്നും ആൾക്ക് കൂടുതൽ സമയം ഇടുന്ന വലിയ ഇഷ്ടമില്ല കേട്ടോ. എന്താണെന്നറിയില്ല, കാലിനോണ്ട് ഇങ്ങനെ കളിക്കുന്നതാണ് ഇഷ്ടം. ആ വെള്ളത്തിൽ ആൾ കഴുകിയിട്ട് കേട്ടോ. നോക്കുമ്പോൾ മേൽ മൊത്തം ചളിയാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനിയും കഴുകുക അടിപൊളിയായിട്ടെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങോട്ട് തന്നെയാണ് പോണത്. അവസാനം എനിക്ക് വടി എടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഓളെ ഒന്ന് അകത്തേക്ക് വിളിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇത്ര വെള്ളം ഇവിടെ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. കാരണം ഇതിന് മുന്നേ ഒക്കെ കയറിയ സമയത്ത് ഓള് കുഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഒന്നെങ്കിൽ പുറത്തത്തെ വെള്ളം അല്ലെങ്കിൽ അകത്തത്തെ വെള്ളം. ഇതാണ് ടോളൊക്കെ. അങ്ങനെ എന്തായാലും വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ നമ്മൾ മക്കളെ വളർത്തുന്ന രീതി പോലെ ഇരിക്കും അവർക്ക് അസുഖം വരുന്ന കാര്യം എന്നാട്ടോ ഞാനും ഏട്ടനും വിചാരിക്കൽ. കാരണം ഞങ്ങൾ മാക്സിമം ഉള്ള മഴയത്തും വെയിലത്തും മണ്ണിലും ചളിയിലൊക്കെ ഇറക്കലുണ്ട്. കാരണം അതുകൊണ്ടൊക്കെ പ്രത്യേകിച്ചൊരു അസുഖമൊന്നും വരില്ല കേട്ടോ. മഴ കൊണ്ടെന്ന് വിചാരിച്ചൊക്കെ പനി വരിക അങ്ങനെയൊന്നും വരാറില്ല. അല്ലാതെ ഒക്കെ വന്നെങ്കിലേ ഉള്ളൂ. ഞങ്ങൾ രാത്രിയൊക്കെ മഴയത്തൊക്കെ പോകാറുണ്ട്. ഒക്കെ അതുകൊണ്ടൊരു കുഴപ്പമില്ല കേട്ടോ. കാരണം ചെറുപ്പം തൊട്ടേ ഓളം ഞങ്ങൾ അങ്ങനെയാട്ടോ ശീലാക്കിയത്. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതാ അവിടെ നിന്നൊക്കെ കയറി വന്ന അവസാനം അതാ മുറ്റത്തുള്ള കളിയായിട്ടത്. ഞാൻ ഒരു ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ. അതായിട്ട് ഞാൻ ആഡ് ചെയ്തത്. അങ്ങനെ എന്തായാലും കളിയൊക്കെ കഴിഞ്ഞ് ആളവസാനം അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ മേല് ചളിയാവുക എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു ബുദ്ധിമുട്ടാട്ടോ.